afternoon. Good afternoon, ma'am. Okay, good afternoon. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ലെറ്റ്സ് ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മള് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. മെഡിക്കൽ ക്ലാസ്സുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. പിന്നെ നമ്മള് ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് കളക്കോട് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. അപ്പൊ ഒരു മെഡിക്കൽ ഗ്യാസിന്റെ ഏതൊക്കെയാണെന്ന് അതിന്റെ ഉപയോഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓരോന്നിന്റെ ഫങ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു കേട്ടോ. അത് നോക്കാം. കളർ കോഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ISO സ്റ്റാൻഡേർഡ്സ് പ്രകാരം നമ്മുടെ ഓരോ മെഡിക്കൽ ഗ്യാസിന് നമ്മൾ ഉപയോഗിക്കുന്ന കളർ കോഡ് ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണല്ലോ? പറഞ്ഞേ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ജനറൽ എന്ന് വെച്ചാൽ വലിയ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതല്ല, എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, നോക്കാം. സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ് കേട്ടോ. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള കംപ്രസ്ഡ് ഗ്യാസുകളുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, ഇനി അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും 4 കാറ്റഗറി ആയിട്ടാണ് അതിനെ തിരിച്ചേക്കുന്നത് കേട്ടോ. ഒന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാസ് സിലിണ്ടറിനകത്തുള്ള കണ്ടന്റുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കണ്ടന്റുകൾ കൃത്യമായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രവർത്തന സുരക്ഷാ പരിശോധനകൾ. ഇത്തരം മെഡിക്കൽ ഗ്യാസുകൾ നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്. ഓക്കെ, അങ്ങനെ ഒരു കാറ്റഗറിയെ പറ്റി കുറച്ച് പഠിക്കാനുണ്ട്. ദെൻ വരുന്നത് ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് ആണ്. അതിന് മെഡിക്കൽ ഗ്യാസുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ ലാസ്റ്റ് വരുന്നത് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ആണ്. അതായത് നമ്മൾ ഇത്തരം മെഡിക്കൽ ഗ്യാസുകൾ എങ്ങോട്ടെങ്കിലും നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, മറ്റെവിടെയെങ്കിലും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയ്യോ ഈ ഡിഫ് കാണുന്നില്ലേ? അയ്യോ സോറി ഇപ്പൊ നോക്കിയാ ഓക്കെ ആണെന്ന്? ഓക്കെ അല്ലേ ഇപ്പൊ? ഓക്കെ, സോറി ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് അപ്പൊ ഇനി നമ്മള് 4 കാറ്റഗറി നമ്മൾ ഇനി ഒരു മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞത് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ആണ്. അതായത് നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ മറ്റെവിടെയെങ്കിലും ലിഫ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ 4 കാറ്റഗറിയിലായിട്ടാണ് നമ്മളത് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സുകൾ. അതായത് കണ്ടന്റുകൾ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ കേട്ടോ. ശ്രദ്ധിക്കുക, ഫസ്റ്റ് പോയിന്റ് ഇതാണ്. കണ്ടന്റ്സ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്ലി റെക്കഗ്നൈസ്ഡ്. അതായത് നമ്മൾ ആ ഒരു ഗ്യാസ് സിലിണ്ടറിനകത്തുള്ള കണ്ടന്റുകൾ, എന്ത് ഗ്യാസ് ആണ്,
എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെക്കഗ്നൈസ് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെ, ഓക്സിജൻ ആണോ അതോ നൈട്രസ് ഓക്സൈഡ് ആണോ, ഈ വാക്വം ആണോ, അല്ലെങ്കിൽ എന്താ പറയുക കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, എന്താണ് ആ സിലിണ്ടറിനകത്ത് കണ്ടന്റ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, റെക്കഗ്നൈസ് ചെയ്തിരിക്കണം, തിരിച്ചറിഞ്ഞിരിക്കണം കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. എന്താണ് പറയുന്നത്, കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചല്ലോ, ISO സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള കളർ കോഡിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ പറയുന്ന കളർ കോഡ് എപ്പോഴും റിലയബിൾ ആയിക്കൊള്ളണമെന്നില്ല. എന്നുവെച്ചാൽ ഡിപ്പെൻഡബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു കറക്റ്റ് ആയിട്ട് നമുക്കതൊരു വിശ്വാസയോഗ്യമാണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് അറിയാമോ, സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. ഇപ്പൊ ഓരോ സപ്ലയറിൽ നിന്ന് മറ്റൊരു സപ്ലയറിലേക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. പൊതുവെ നമ്മൾ പഠിച്ചത് എന്താണ്, ISO സ്റ്റാൻഡേർഡ് പ്രകാരം പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന കളർ കോഡുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ അത് ഇപ്പോഴും എന്താവണമെന്നില്ല, ഡിപ്പെൻഡബിൾ ആവണമെന്നില്ല, നമുക്ക് റിലയബിൾ ആവണമെന്നില്ല. ചില സപ്ലയേഴ്സ് മാറുമ്പോൾ മെഡിക്കൽ ഗ്യാസിന്റെ കളർ ചിലപ്പോൾ മാറാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് മാത്രം, അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ കണ്ടന്റുകൾ ഉറപ്പാക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മനസ്സിലായോ, ക്ലിയർ ആയോ, നിങ്ങൾ ഇതിനെ പറയുന്ന സംഭവം മനസ്സിലായോ? നമ്മൾ ISO സ്റ്റാൻഡേർഡ് പ്രകാരം പൊതുവെ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകളുടെ കളർ കോഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ എപ്പോഴും നമുക്കത് റിലയബിൾ ആയിക്കൊള്ളണമെന്നില്ല. എന്ന് വെച്ചാൽ നമുക്കത് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കണ്ടന്റ് അതാണ് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാര്യം ചില സപ്ലയേഴ്സ് മാറുന്നതിനനുസരിച്ച് സപ്ലയേഴ്സിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലവരിപ്പോ എന്താ പറയുക, നൈട്രജൻ പൊതുവെ ബ്ലാക്ക് ആണ് ISO സ്റ്റാൻഡേർഡ് പ്രകാരം, ചില സപ്ലയേഴ്സ് ചിലപ്പോൾ ബ്ലാക്ക് ആവണമെന്നില്ല യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അതൊരു വിശ്വാസയോഗ്യമായിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഡു നോട്ട് ഡിസ്ഫിഗർ ഓർ റിമൂവ് എനി മാർക്കിങ്സ്, അതുപോലെ ടാഗ്സ് ഓർ സ്റ്റെൻസിൽ മാർക്സ് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് അറ്റാച്ച്ഡ് ബൈ ദ ഗ്യാസ് വെൻഡർ. ഗ്യാസ് വെൻഡർ എന്ന് പറഞ്ഞാല് ഗ്യാസ് വിൽപ്പനക്കാരനാണ് കേട്ടോ. ഓക്കെ, ഗ്യാസ് വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഗ്യാസ് വിൽപ്പന നടത്തുന്ന ആളാണ് കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആ കണ്ടന്റുകളെ തിരിച്ചറിയാനായിട്ട് വ്യക്തമായിട്ട് എഴുതിയതോ അല്ലെങ്കിൽ നമ്മൾ ടാഗ് ചെയ്തതോ സ്റ്റെൻസിൽ ചെയ്തതോ അല്ലാത്ത സിലിണ്ടറുകൾ, അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്ഫിഗർ ഓർ മാറ്റാം അതല്ല പറയുന്നത്. അതായത് നമ്മൾ ഗ്യാസ് വെൻഡർ, നമ്മൾ ഗ്യാസുകൾ കണ്ടന്റുകൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ വ്യക്തമായിട്ട് എഴുതിയതോ ടാഗ് ചെയ്തതോ സ്റ്റെൻസിൽ ചെയ്യാത്തതോ ആയിട്ടുള്ള മാർക്കിങ്സുകൾ നമ്മൾ ഒരിക്കലും റിമൂവ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഞാൻ അവിടെ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയാം, ഡു നോട്ട് ഡിസ്ഫിഗർ ഓർ റിമൂവ് എനി മാർക്കിങ്സ്, ടാഗ്സ് ഓർ സ്റ്റെൻസിൽ മാർക്സ് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് അറ്റാച്ച്ഡ് ബൈ ദ ഗ്യാസ് വെൻഡർ. അത്രയേ ഉള്ളൂ. അതായത് കണ്ടന്റുകൾ തിരിച്ചറിയാനായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാം. കണ്ടന്റുകൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കിങ്സുകള്, ടാഗ്സുകള്, എന്തെങ്കിലും സ്റ്റെൻസിൽ മാർക്കുകൾ ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും നമ്മൾ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ഫിഗർ ചെയ്യാൻ, എന്ന് വെച്ചാൽ അതിന്റെ എന്തെങ്കിലും രൂപഭേദം വരുത്താനോ നമ്മൾ പാടുള്ളതല്ല. ഓക്കെ, ഒരു സിലിണ്ടർ വരുമ്പോൾ ആ സിലിണ്ടറിന്റെ കണ്ടന്റ് എന്താണെന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും ടാഗ് ഉണ്ടായിരിക്കും, അതിനകത്ത് എന്തെങ്കിലും ഒരു മാർക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ടാഗുകൾ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, അതെടുത്ത് മാറ്റാനോ അത് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ വല്ലതും വരച്ചു ഇതാക്കി അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പാടുള്ളതല്ല. മനസ്സിലായോ? നമ്മൾ കണ്ടന്റുകൾ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, then വരുന്നത് cylinders which do not have a clearly written, stamped or stenciled identification of the contents should not be used and the gas vendor should be contacted for the removal. അതായത് നമ്മൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതോ സ്റ്റാമ്പ് ചെയ്തതോ സ്റ്റെൻസിൽ ചെയ്തതോ ആയിട്ട് ഇല്ലാത്ത, അതായത് കണ്ടന്റുകൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ വ്യക്തമായിട്ട് എഴുതിയതോ സ്റ്റാമ്പ് ചെയ്തതോ സ്റ്റെൻസിൽ ചെയ്യാത്തതോ അല്ലാത്ത സിലിണ്ടറുകൾ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, കണ്ടന്റ് തിരിച്ചറിയാനുള്ള ടാഗുകൾ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ്. അങ്ങനെ വ്യക്തമായിട്ട് എഴുതിയതോ സ്റ്റെൻസിൽ ചെയ്യാത്തതോ അല്ലാത്ത സിലിണ്ടറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. പകരം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഗ്യാസ് വെൻഡറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ആ സിലിണ്ടർ നമ്മൾ മാറ്റി വാങ്ങണം. ഓക്കെ, കണ്ടന്റുകൾ തിരിച്ചറിയാനായിട്ടുള്ള ടാക്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കും, മാർക്കിങ്സോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മളത് അങ്ങനത്തെ സിലിണ്ടറുകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് എത്രയും പെട്ടെന്ന് ഗ്യാസ് വെൻഡറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ ആ സിലിണ്ടർ മാറ്റി വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഓക്കെ,
പിന്നെ പറയുന്നത് എന്താ വെച്ചാല് റീഡ് ദ MSDS ആൻഡ് ദ ലേബൽസ് ഫോർ ഓൾ ഓഫ് ദ മെറ്റീരിയൽസ് യു വർക്ക് വിത്ത്. ആദ്യം തന്നെ MSDS എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. എന്താണെന്നറിയോ? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് കേട്ടോ. എഴുതി വെക്കാം കേട്ടോ. MSDSന്റെ ഫുൾ ഫോം എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. എഴുതിയോ നിങ്ങള്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് കേട്ടോ MSDSന്റെ ഫുൾ ഫോം. ഓക്കെ, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. MSDSന്റെ ഫുൾ ഫോം എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് കേട്ടോ. എന്ന് പറഞ്ഞത് നമ്മൾ ഈ MSDS എന്ന് പറയുന്ന മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞാല് ഇറ്റ് പ്രൊവൈഡ്സ് ദ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ കണ്ടന്റ്സ് ഓഫ് കെമിക്കൽ എലമെന്റ്സ്. ആ സിലിണ്ടറിനകത്തുള്ള ഗ്യാസിൽ എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ട്, എന്തൊക്കെ കെമിക്കൽ എലമെന്റ്സുകൾ ഉണ്ട്. കറക്റ്റ് ആണ് കേട്ടോ. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കറക്റ്റ് ആണ് കേട്ടോ. ഇത് വെക്കണേ. ഓക്കെ, അതായത് ഈ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആ ഒരു സിലിണ്ടറിനകത്തെ ഗ്യാസിന്റെ കണ്ടന്റ് എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ഒരു ഡാറ്റ ഷീറ്റ് ആണ്. ഓക്കെ, അതിലത് മാത്രമല്ല, കണ്ടന്റുകൾ മാത്രമല്ല, എന്ത് ഗ്യാസ് ആണ്, അത് ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, ആ ഒരു ഗ്യാസിനുള്ള പൊട്ടൻഷ്യൽ ഹസാർഡ്സുകൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തുന്ന ഒരു ഷീറ്റാണത് MS ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അപ്പൊ നമുക്ക് അത് വായിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ സിലിണ്ടറിലെ ഗ്യാസ് എന്താണ്, അതിന്റെ നേച്ചർ എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, അല്ലെ, അതുപോലെ അതിന്റെ പൊട്ടൻഷ്യൽ ഹസാർഡ്സ്, ശരിയല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന നാശങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് അതിനെ പറ്റി ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് റീഡ് ദ MSDS, ഇത്തരം മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുകൾ കൃത്യമായിട്ട് നമ്മൾ വായിക്കുക. എന്നിട്ടോ ആൻഡ് ലേബൽസ് ഫോർ ഓൾ ഓഫ് ദ മെറ്റീരിയൽസ് യു വർക്ക് വിത്ത്. നമ്മൾ എന്താ പറയാ, പ്രവർത്തിക്കുന്ന എല്ലാ മെറ്റീരിയൽസും അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കണം, ലേബൽ ചെയ്ത് നമ്മൾ വെച്ചിരിക്കണം. മനസ്സിലായോ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടന്റുകളുടെ ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റുകളുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ് കേട്ടോ. ഓക്കെ, നമ്മളൊരു സിലിണ്ടറിനകത്തെ കണ്ടന്റുകൾ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട നടപടിക്രമങ്ങൾ, സുരക്ഷാ നടപടിക്രമങ്ങളാണ് നമ്മളിപ്പോ കണ്ടത്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഗ്യാസ് സിലിണ്ടറിനകത്തുള്ള കണ്ടന്റുകൾ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം, അല്ലെ, ഡിസ്റ്റിങ്ക്റ്റ്ലി റെക്കഗ്നൈസ് നമ്മൾ ചെയ്തിരിക്കണം. രണ്ടാമത്തെ പറയുന്നത് എന്താന്ന് വെച്ചാല് കളർ കോഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു എന്താ പറയാ ലേബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ സപ്ലയേഴ്സിനനുസരിച്ച് കളർ കോഡിങ്ങിൽ വ്യത്യാസം വന്നേക്കാം. അതുകൊണ്ട് നമുക്ക് കളർ കോഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഗ്യാസിന്റെ കണ്ടന്റിനെ തിരിച്ചറിയാനായിട്ട് വിശ്വാസയോഗ്യമല്ല എന്നാണ് ഇത് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കണ്ടന്റ് തിരിച്ചറിയാനായിട്ട് ഈ ഗ്യാസ് വെൻഡർ, അതായത് ഗ്യാസ് വിൽപ്പനക്കാരൻ അതിലെ കണ്ടന്റ് തിരിച്ചറിയാനായിട്ട് ടാഗ് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും മാർക്കിങ്സോ ടാഗുകളോ സ്റ്റെൻസിൽ മാർക്കുകളോ അതൊന്നും നമ്മൾ ഒരു കാരണവശാലും റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. റിമൂവ് ചെയ്യാൻ മാത്രമല്ല, അതിന്റെ എന്തെങ്കിലും രൂപഭേദം വരുത്താനോ ഒന്നും പാടുള്ളതല്ല. ഇനി ഇൻ കേസ് കണ്ടന്റുകൾ തിരിച്ചറിയാനായിട്ട് വ്യക്തമായിട്ട് എഴുതിയതോ സ്റ്റെൻസിൽ ചെയ്തതോ സ്റ്റാമ്പ് ചെയ്തതോ അല്ലാത്ത സിലിണ്ടറുകള് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. എത്രയും പെട്ടെന്ന് ഗ്യാസ് വെൻഡറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ ആ സിലിണ്ടർ മാറ്റി വാങ്ങേണ്ടതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എല്ലാ സിലിണ്ടറിന്റെയും മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഇറ്റ് പ്രൊവൈഡ്സ് ദ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ കണ്ടന്റ്സ് ഓഫ് കെമിക്കൽ എലമെന്റ് കേട്ടോ. ആ ഗ്യാസിനകത്തുള്ള കണ്ടന്റുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അത് കൃത്യമായിട്ട് വായിക്കുക. അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ലേബൽ ചെയ്ത് നമ്മൾ സൂക്ഷിക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ? പോയിന്റുകളൊക്കെ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് ആണ് കേട്ടോ. നമ്മൾ പ്രവർത്തന സുരക്ഷാ പരിശോധനകളാണ് കേട്ടോ. നമ്മൾ ഇത്തരം സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്, അല്ലെ. സിലിണ്ടറുകൾ എപ്പോഴും എന്തായിരിക്കണം? സുരക്ഷിതമായിരിക്കണം, അല്ലെ. വളരെയധികം സുരക്ഷിതമായിരിക്കണം. പിന്നെ
രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൽവ് ഇഫ് നോട്ട് ദ സിലിണ്ടർ ഈസ് ലിങ്ക്ഡ് ടു എ റെഗുലേറ്റർ ഓർ ടു എക്യുപ്മെന്റ്. കേട്ടോ, നമ്മൾ ഈ പറയുന്ന സിലിണ്ടർ ഒരു റെഗുലേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആയിട്ടോ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അതിന്റെ വാൽവ് ഓപ്പൺ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അല്ലെ, വാൽവ് ഓപ്പൺ ചെയ്താൽ ഗ്യാസ് പുറത്തോട്ട് വരും. അല്ലെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന, സിലിണ്ടർ ഇപ്പൊ ഒരു എക്യുപ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റെഗുലേറ്റർ ആയിട്ടോ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, സിലിണ്ടർ വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് പാടുന്നില്ല. കേട്ടോ, പിന്നെന്താന്ന് വെച്ചാല് ലീക്സ് ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്ത് എ നേക്കഡ് ഫ്ലെയിം. ഒരിക്കലും നമ്മൾ നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ട് ലീക്ക് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. കേട്ടോ, ചോർച്ചയുണ്ടോ എന്ന് അറിയാൻ ഒരു തീപ്പെട്ടി ഗോളി അടിച്ച് അതിന്റെ അടുത്ത് കൊണ്ട് വെക്കരുതെന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്. കേട്ടോ, ആ നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ലീക്ക് ചെക്ക് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. കേട്ടോ, പിന്നെ പറയുന്നത് എന്താ വെച്ചാല് ഓപ്പൺ ആൻഡ് ക്ലോസ് വാൾവ്സ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ്. കേട്ടോ, നമ്മൾ വാൽവുകൾ തുറക്കുമ്പോഴാണെങ്കിലും അടയ്ക്കുമ്പോഴാണെങ്കിലും റീസണബിൾ ഫോഴ്സ് മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ. ഒരുപാട് അങ്ങോട്ട് ബലം കൊടുത്ത് അങ്ങനെയൊന്നും പിടിച്ചു വയ്ക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കേട്ടോ, എപ്പോഴും നമ്മളൊരു റീസണബിൾ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം വാൽവുകൾ നമ്മൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പാടുള്ളൂ. കേട്ടോ, പിന്നെ നോക്കിയേ, ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ വാൽവ് key anti-clockwise and close by turning the handle or cylinder valve key clockwise. ഓക്കെ, അതായത് നിങ്ങൾ ഇത് ഓർത്താൽ മതി, ഇങ്ങനെ കാണാണ്ട് പഠിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കണില്ലേ, പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കണില്ലേ, അതിന്റെ ഓർത്താൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പൊ അതിലെങ്ങനെയാ നമ്മൾ ക്ലോസ് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാ, ഓർമ്മയില്ല? അതിങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതാണ് ഓഫ് എന്ന് പറയുന്നത്. അല്ല, ചെരിഞ്ഞിരിക്കുന്നതാണ് ഓഫ് എന്ന് പറയുന്നത്. അല്ലെ, കറക്റ്റ് അല്ലേ? ശരി, നമ്മുടെ മഞ്ഞ കളർ റെഗുലേറ്റർ കണ്ടിട്ടില്ലേ പാചകവാതക സിലിണ്ടറിന്റെ, അതിന്റെ ചെരിഞ്ഞിരിക്കുന്നതാണ് ഓഫ് ചെയ്യുന്നത്. ആണല്ലോ, നമ്മളത് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ചെരിഞ്ഞിരിക്കാന്ന് വെച്ചാൽ നമ്മൾ റൈറ്റിലോട്ടല്ലേ അത് തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ക്ലോക്ക് വൈസ് ആണത്. ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ അത് ക്ലോസ് ആവാണ്, അടയാണ്. അതേസമയം ആന്റി ക്ലോക്ക് വൈസ് തിരിച്ച് നമ്മളത് ഇങ്ങനെ ഓൺ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോഴാണത് ഓപ്പൺ ആവുന്നത്. അത് ചിന്തിച്ചാൽ മതി. എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ വാൽവിക്ക് ആന്റി ക്ലോക്ക് വൈസ്. നമ്മുടെ പാചകവാതക സിലിണ്ടറിന്റെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. കേട്ടോ, ആ വാൽവ് നമ്മൾ ലെഫ്റ്റിലോട്ട്, ദാറ്റ് മീൻസ് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോഴാണ് അത് ഓപ്പൺ ആവുന്നത്. ഓക്കെ, അതേസമയം ക്ലോസ് ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ വാൽവിക്ക് ക്ലോക്ക് വൈസ്. കേട്ടോ, ദാറ്റ് മീൻസ് റൈറ്റിലോട്ട് അല്ലെ, ക്ലോക്ക് വൈസ് തിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ വാൽവ് അവിടെ അടയുന്നത്. ഓക്കെ, അറിയാലോ, അത് നമ്മുടെ പാചകവാതക സിലിണ്ടർ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ആലോചിച്ചാൽ കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ വെച്ചാല് ദ സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി സേഫ്, വെൽ വെന്റിലേറ്റഡ് ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം. അതുപോലെ നമ്മൾ ഈ സിലിണ്ടറുകൾ സ്റ്റോർ ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, അതിപ്പോഴും വളരെ സേഫ് ആയിരിക്കണം. കേട്ടോ, വളരെ സുരക്ഷിതമായിരിക്കണം. അതുപോലെ വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം. വെൽ വെന്റിലേറ്റഡ്, അത്യാവശ്യത്തിന് വായു പ്രവാഹം ഉണ്ടായിരിക്കണം. ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം, ഏത് സമയത്ത് ക്ലീൻ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലത്ത് വേണം നമ്മൾ എപ്പോഴും ഇത്തരം സിലിണ്ടറുകൾ സ്റ്റോർ ചെയ്യാനായിട്ട് പാടുള്ളൂ. കേട്ടോ, പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് ദ ഗ്രൗണ്ട് സർഫസ് ഷുഡ് ബി ഫെയർലി ലെവൽ ആൻഡ് ഫേം. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് പ്രിഫറബിളി കോൺക്രീറ്റ് ദാറ്റ് അലൗസ് ഫോർ ദ ഈസി ട്രോളി ആക്സസ്. കേട്ടോ, പിന്നെ നമ്മൾ ഈ സിലിണ്ടർ വെക്കുന്ന ഗ്രൗണ്ട് സർഫസ് ഉണ്ടല്ലോ, അതെപ്പോഴും ഫെയർലി ലെവൽ ആൻഡ് ഫേം ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു നിരപ്പായിരിക്കും. മനസ്സിലായി? അങ്ങനെ ചെരിഞ്ഞ സ്ലോപ്പ് പോലെയോ അല്ലെങ്കിൽ തട്ട് പോലെ അങ്ങനെ ആവരുത്. ഇപ്പോഴും ഫേമിലി ലെവൽ ആൻഡ് ഫേം ആയിട്ട് അത്യാവശ്യം നിരപ്പായിരിക്കണം. അതിങ്ങനെ ഒരേ ലെവലിലായിരിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കേട്ടോ, പ്രിഫറബിളി അവർ പറയുന്ന കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് അലോസ് ഫോർ ഈസി ട്രോളി ആക്സസ്. അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് സിലിണ്ടറുകൾ ട്രോളി ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെ, പൊതുവെ നമ്മൾ സിലിണ്ടർ വെക്കാൻ ട്രോളി മേടിക്കാറില്ലേ, കണ്ടിട്ടില്ലേ? ട്രോളിയിൽ വെച്ചിട്ടാണ് നമ്മൾ സിലിണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ആ ഏരിയ, ആ ഗ്രൗണ്ട് സർഫസ് എങ്ങനെയായിരിക്കും, അത്യാവശ്യം ഫേം ആയിരിക്കണം, ലെവൽ ആയിരിക്കണം. കേട്ടോ, ഒരേ ലെവൽ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോ ഓപ്പറേഷൻ സേഫ്റ്റി ചെക്സ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. സിലിണ്ടർ എപ്പോഴും സുരക്ഷിതമായിരിക്കണം. പിന്നെ നമ്മളൊരു റെഗുലേറ്റർ എക്യുപ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്യാത്ത പക്ഷെ ഒരു കാരണവശാലും സിലിണ്ടറിൽ നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ച് ഒരിക്കലും നമ്മൾ അതിന്റെ ചോർച്ച മീൻസ് അതിന്റെ ലീക്ക് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ എപ്പോഴും റീസണബിൾ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മൾ വാൽവ്, ഈ പറയുന്ന വാൽവുകൾ ക്ലോസ് ചെയ്യാനും അടയ്ക്കാനും തുറക്കാനൊക്കെ പാടുള്ളൂ. കേട്ടോ, പിന്നെ ഓർത്ത് വെക്കാം, ആ ഒരു സ്റ്റോറേജ് ഏരിയ എപ്പോഴും വളരെ സുരക്ഷിതമായിരിക്കണം, വളരെ വെന്റിലേറ്റഡ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. അതുപോലെ ആ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് സർഫസ് എപ്പോഴും ലെവൽ ആൻഡ് ഫേം ആയിരിക്കണം. കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ,
നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക കേട്ടോ. അതൊക്കെ ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള പോയിന്റുകളല്ല അല്ലെ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് ആണ് കേട്ടോ. ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്. ഇനി നമ്മൾ ഈ പറയുന്ന ഗ്യാസുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ, സിലിണ്ടറുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. നമുക്ക് വായിക്കാം. ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി യൂസ്ഡ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ. അതെല്ലാം ചെയ്ത് വെച്ചോട്ടോ, ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി യൂസ്ഡ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ എന്ന് വെച്ചാൽ നിവർത്തി വെക്കണം. ഇങ്ങനെ കിടത്തി വെക്കാനോ ചരിച്ചു വെക്കാനോ ഒന്നും പാടില്ല, നിവർത്തി തന്നെ വെക്കണം കേട്ടോ. അതാണ് വെർട്ടിക്കൽ പൊസിഷൻ. അറിയാലോ, ഗ്യാസ് സിലിണ്ടറുകൾ എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇഫ് നോട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു ബി യൂസ്ഡ് അതർവൈസ്, മറ്റേതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിക്കാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എപ്പോഴും ഗ്യാസ് സിലിണ്ടറുകൾ നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. മനസ്സിലായല്ലോ? ചിലത് നമ്മൾ അത് പറയും, സ്പെസിഫൈ ചെയ്ത് പറയും ഇങ്ങനെ ഉപയോഗിക്കാൻ, കിടത്തി ഉപയോഗിക്കണമെങ്കിൽ ചെരിച്ചാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ വല്ലതും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മൾ എന്താണ് എപ്പോഴും ഗ്യാസ് സിലിണ്ടറുകൾ വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് പാടുള്ളൂ, അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത നോക്കൂ. ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി സേഫ്ലി റെഗുലേറ്റഡ് ടു പ്രിവെന്റ് ദം ഫാളിംഗ് ഓവർ കേട്ടോ. അതുപോലെ നമ്മൾ ഗ്യാസ് സിലിണ്ടറുകൾ എപ്പോഴും എന്താണ്, അത് മുകളിലേക്ക് അത് വീഴാതിരിക്കാനായിട്ട് വളരെ സേഫ് ആയിട്ട് നമ്മൾ അത് വളരെ സുരക്ഷിതമായിട്ട് അതിനെ നിയന്ത്രിച്ചിരിക്കണം കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ വീഴാൻ പാകത്തിൽ അങ്ങനെയൊന്നും വെക്കരുത്. ഇപ്പോഴും നമ്മൾ സീറ്റിംഗിൽ വേണം നമ്മൾ സിലിണ്ടറുകൾ വെക്കാനായിട്ട് കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ് ടു എ ട്രോളി when being shifted. അറിയാലോ, cylinders must always be secured to a trolley when being shifted. നമ്മൾ സിലിണ്ടറുകൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, മറ്റൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ നീക്കുന്ന സമയത്ത് അത് ട്രോളിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സുരക്ഷിതമായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അതായത് ഇങ്ങനെ വലിച്ചോ ഉരുട്ടിയൊന്നും നമ്മൾ കൊണ്ടുപോകരുത്. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ട്രോളിയുമായിട്ട് കണക്ട് ചെയ്ത് വളരെ സുരക്ഷിതമായിട്ട് വേണം നമ്മൾ ഗ്യാസ് സിലിണ്ടറുകൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ പറയുന്നത് നോക്കൂ. മേക്ക് ഷുവർ ദാറ്റ് ദ സിലിണ്ടർ ഓർ ഗ്യാസ് ഇസ് ദ റൈറ്റ് വൺ ഫോർ ദ ഇന്റൻഷണൽ യൂസ്. അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടർ ആയിക്കോട്ടെ ഗ്യാസ് ആയിക്കോട്ടെ കൃത്യമായിട്ടുള്ള അത് ഇന്റൻഷണൽ യൂസ്, അതായത് നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള സിലിണ്ടർ അല്ലെങ്കിൽ വാതകമാണെന്ന് ഉറപ്പ് വരുത്തണം അല്ലെ. ഇപ്പൊ നമ്മൾ ഇൻഹേലേഷൻ തെറാപ്പിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഓക്സിജൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഓക്സിജൻ എന്ന ഗ്യാസ് തന്നെയാണ് നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനി നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഒരു അനസ്തെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഒരു അനാൾജസിക് അനസ്തെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നൈട്രസ് ഓക്സൈഡ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലെ. അത് ആ ഗ്യാസ് ആണല്ലോ നമ്മൾ അനസ്തെറ്റിക് അനാൾജസിക് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് അതാണ്. സോ ആ ഒരു പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് അത് നൈട്രസ് ഓക്സൈഡ് തന്നെയാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ചുരുക്കി പറഞ്ഞാല് എന്താണോ ഇന്റൻഷണൽ യൂസിന് അനുയോജ്യമായിട്ടുള്ള വാതകം അല്ലെങ്കിൽ സിലിണ്ടർ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് സോർട്ട് ഔട്ട് ആൻഡ് ഒബ്വിയസ്ലി മാർക്ക് ഫുൾ ആൻഡ് എംപ്റ്റി സിലിണ്ടേഴ്സ് കേട്ടോ. അതുപോലെ ഫുൾ ആയിട്ടുള്ളതും എംപ്റ്റി ആയിട്ടുള്ള കാലിയായിട്ടുള്ള സിലിണ്ടറുകൾ കൃത്യമായിട്ട് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് തരംതിരിച്ച് അതിൽ എന്ത് ചെയ്ത് വെക്കണം, മാർക്ക് ചെയ്ത് നമ്മൾ വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഫുൾ ആയിട്ടുള്ള സിലിണ്ടറുകൾ ഏതൊക്കെയാണ്, എംപ്റ്റി ആയിട്ടുള്ള സിലിണ്ടറുകൾ ഏതൊക്കെയാണ്, അത് കൃത്യമായിട്ട് നമ്മൾ സോർട്ട് ചെയ്ത് തരംതിരിച്ച് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കണം, മാർക്ക് ചെയ്ത് നമ്മൾ വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഡ്രസ്ഡ് in appropriate personal protective equipment like safety shoes and safety spectacles കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്താണ് ഇത്തരം ഗ്യാസ് സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഉപയോഗിച്ചിരിക്കണം കേട്ടോ. വ്യക്തിഗത സംരക്ഷണ മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കണം. ഇതുപോലെ സേഫ്റ്റി ഷൂസുകൾ, പിന്നെ സേഫ്റ്റി സ്പെക്ടകൾ, സുരക്ഷാ കണ്ണടകൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ അത്തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഇത്തരം ഗ്യാസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ വരുന്ന എന്താ വെച്ചാൽ നെവർ റോൾ, ഡ്രാഗ് or drop the cylinders or allow them to strike each other. ഒരിക്കലും നമ്മൾ സിലിണ്ടറുകൾ റോൾ ചെയ്യാനോ അതായത് നമ്മൾ കുടിക്കാനോ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യാൻ വലിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സിലിണ്ടർ ഇങ്ങനെ കൊണ്ടിടാനോ അങ്ങനെയൊന്നും നമ്മൾ പാടില്ല. അതുപോലെ പരസ്പര സിലിണ്ടറുകൾ തമ്മിൽ കൂട്ടിയിടിക്കാനോ അങ്ങനെയൊന്നും നമ്മൾ പാടുള്ളതല്ല കേട്ടോ. മനസ്സിലായോ? ഒരിക്കലും നമ്മൾ സിലിണ്ടറിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉരുട്ടാനോ അങ്ങനെ വലിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന രീതിയിൽ വെക്കാനോ ഒന്നും പാടുള്ളതല്ല കേട്ടോ. പിന്നെ നോക്കാം,
ടേൺ ഓഫ് ഓൾ വാൽവ്സ് വെൻ സിലിണ്ടേഴ്സ് ആർ നോട്ട് ഇൻ യൂസ് കേട്ടോ. സിലിണ്ടറുകൾ ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ വാൽവുകൾ എപ്പോഴും ഓഫ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ടേൺ ഓഫ് ദാറ്റ് മീൻസ് ഓഫ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കണം. പിന്നെന്താണ്, when the cylinder is not in use, the valve protection cap shall be in place to protect the valve കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സിലിണ്ടർ ഇപ്പൊ ഉപയോഗിക്കാത്ത സമയത്ത് വാൽവുകൾ നമ്മൾ എപ്പോഴും ഇത് ചെയ്ത് വെക്കണം, ഓഫ് ചെയ്ത് വെക്കണം. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പും കൂടെ അതിന്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കണം. വാൽവാണ് അല്ലെ, ഇപ്പൊ വാൽവ് ഇങ്ങനെ നമ്മൾ എന്തായാലും അടച്ചു വെക്കുന്ന വാൽവ് ആണെങ്കിൽ കൂടിയും വാൽവിന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പും കൂടെ അതിന്റെ മുകളിൽ വെച്ചിരിക്കണം. കാര്യം വാൽവാണ്, ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ മുകളിൽ നിന്ന് ഫീലൊക്കെ ചെയ്ത് അറിയാണ്ടൊക്കെ ചിലപ്പോൾ അത് ഓൺ ആവാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് ഈ വാൽവിനെയും കൂടെ ഒരു വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ, മനസ്സിലായോ? അപ്പൊ എപ്പോഴും ഗ്യാസ് സിലിണ്ടറുകൾ ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത്? വെർട്ടിക്കൽ പൊസിഷനിൽ വെക്കുക. അതുപോലെ തന്നെ ഇപ്പോഴും വളരെ സേഫ് ആയിട്ട് വേണം നമ്മൾ അതിനെ നിയന്ത്രിക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ട്രോളി നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ആറാമത്തെ പോയിന്റ് 1, 2, 3, 4, 5, 6. ആറാമത്തെ പോയിന്റ് ഇതാണ്, അതായത് ബി ഡ്രസ്ഡ് ഇൻ അപ്രോപ്രിയേറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ലൈക്ക് സേഫ്റ്റി ഷൂസ് ആൻഡ് സേഫ്റ്റി സ്പെക്ടക്കിൾസ്. അതായത് നമ്മൾ ഇത്തരം ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതായത് നമ്മുടെ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ പഠിച്ചത്, നിങ്ങൾ PPE പഠിച്ചില്ലേ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സുരക്ഷാ കണ്ണടകള്, സേഫ്റ്റി ഷൂസുകള്, ഗ്ലൗസുകൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരം ഗ്യാസുകൾ ഉപയോഗപ്പെടുത്താനായിട്ട് കേട്ടോ. മനസ്സിലായോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് പുതിയ കാര്യമല്ല കേട്ടോ, നമ്മൾ പഠിക്കുന്നതാണത്. ഓക്കെ, അങ്ങനെയുള്ളവയൊക്കെ ധരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇത്തരം ഗ്യാസുകൾ കൺട്രോൾ മീൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കേട്ടോ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? എല്ലാ പോയിന്റും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ, ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഇനി നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസുകള് മീൻസ് സിലിണ്ടറുകളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ നോക്കുക, വെൻ ഹാൻഡ്ലിംഗ് ഗ്യാസ് സിലിണ്ടേഴ്സ് യൂസ് ദ സിലിണ്ടർ ട്രോളി. നേരത്തെ പറഞ്ഞ കാര്യമാണ്. വെൻ ഹാൻഡ്ലിംഗ് ഗ്യാസ് സിലിണ്ടേഴ്സ് യൂസ് ദ സിലിണ്ടർ ട്രോളി കേട്ടോ. നമ്മളിപ്പോ ഇങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ട്രോളി ഉപയോഗിക്കുക കേട്ടോ. ആ ട്രോളിയിൽ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഗ്യാസ് സിലിണ്ടറിൽ ഷിഫ്റ്റ് ചെയ്യാണ്ട് പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ ഉരുട്ടിക്കൊണ്ട് പോവുക അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് ട്രോളിയിൽ വെച്ചുകൊണ്ട് വേണം സിലിണ്ടറുകളെ എന്ത് ചെയ്യാനായിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെന്താന്ന് വെച്ചാല്, യൂസ് ആപ്റ്റ് പ്രൊട്ടക്റ്റീവ് വാൽവ് ക്യാപ്സ് ആൻഡ് കവേഴ്സ് ടു സിലിണ്ടേഴ്സ് ബിഫോർ ട്രാൻസ്പോർട്ടിങ്. ഓക്കെ, നമ്മൾ പിന്നെ സിലിണ്ടറുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അനുയോജ്യമായിട്ടുള്ള വാൽവ് ക്യാപ്പുകളൊക്കെ ഉപയോഗിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, നേരത്തെ പറഞ്ഞു നമ്മളത് അല്ലെ, വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വാൽവ് ക്യാപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. എപ്പോഴും നമ്മൾ ആ സിലിണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള വാൽവ് ക്യാപ്പുകളും കവറുകളൊക്കെ ഉപയോഗിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഷിഫ്റ്റ് ദ സിലിണ്ടേഴ്സ് വിത്ത് വാൽവ് ക്യാപ്സ്. സെയിം പോയിന്റ് ആണ്, വാൽവ് ക്യാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം സിലിണ്ടറുകൾ ഷിഫ്റ്റ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടേഴ്സ് ബൈ ദ ക്യാപ്പ് കേട്ടോ. ഒരിക്കലും ഈ ഒരു വാൽവ് ക്യാപ്പുമ്മ പിടിച്ചൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സിലിണ്ടറിനെടുത്ത് പൊക്കാനായിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ആ വാൽവ് ഇങ്ങോട്ട് പോരും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യരുത്. എപ്പോഴൊരിക്കലും ക്യാപ്പുമ്മ പിടിച്ച് നമ്മൾ ഒരിക്കലും ഈ ഒരു സിലിണ്ടർ പൊക്കാനോ എടുത്ത് പൊക്കാനോ വലിക്കാനോ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഡു നോട്ട് ഷിഫ്റ്റ് വിത്ത് ദ റെഗുലേറ്റർ അറ്റാച്ച്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു തോന്നുന്നു, റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. മനസ്സിലായോ? ഡു നോട്ട് ഷിഫ്റ്റ് വിത്ത് റെഗുലേറ്റർ അറ്റാച്ച്. റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സിലിണ്ടർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അടുത്തത്, സിലിണ്ടേഴ്സ് മസ്റ്റ് ബി ഫാസ്റ്റൻഡ് സേഫ്ലി ഇൻ അപ്രൈറ്റ് പൊസിഷൻ സ്റ്റോറേജ്. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. വെർട്ടിക്കൽ പൊസിഷൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് അപ്രൈറ്റ് പൊസിഷൻ. നേരെയുള്ള പൊസിഷനിൽ വേണം എപ്പോഴും നമ്മൾ സിലിണ്ടറുകൾ സുരക്ഷിതമായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ അപ്രൈറ്റ് പൊസിഷനിലാണ് നമ്മൾ സിലിണ്ടറുകൾ ഉറപ്പിച്ച് വെക്കേണ്ടത്. പിന്നെ പറയുന്ന പോയിന്റ് ഇതാണ്, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഫോർ എ ലോങ് പീരീഡ്സ് ഓഫ് ടൈം കേട്ടോ. നമ്മൾ ഒരിക്കലും ഗ്യാസ് സിലിണ്ടറുകൾ ഒരുപാട് നാളത്തേക്ക് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പാടുള്ളതല്ല. ഗ്യാസ് ആണ്, നമ്മൾ ഒരുപാട് കാലം ഇങ്ങനെ സേവ് ചെയ്തൊക്കെ വെക്കുമ്പോൾ അതിൽ പല കെമിക്കൽ റിയാക്ഷൻസ് മാറ്റങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നാളുകളൊക്കെ ആയിട്ട് ഒരിക്കലും നമ്മൾ ഗ്യാസ് സിലിണ്ടറിൽ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റോർ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ എന്ത് വേണം, പർച്ചേസ് ഓൺലി റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്യാസ് ടു കവർ ദ ഷോർട്ട് ടേം നീഡ്സ് കേട്ടോ.
അതായത് ഷോർട്ട് ടേം ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് പാകത്തിൽ മീറ്റ് ചെയ്യാൻ പാകത്തില് അതിനനുസരിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഗ്യാസുകൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഒരുപാട് നാളത്തേക്ക് അങ്ങോട്ട് കണക്കാക്കിയിട്ട് നമ്മൾ അങ്ങനെ മേടിച്ചു വെക്കരുത്, സ്റ്റോർ ചെയ്ത് വെക്കരുത്. ഷോർട്ട് ടേം നീഡ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ആവശ്യത്തിനനുസരിച്ച് അതിന് ആവശ്യമുള്ള ഗ്യാസുകൾ മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുക. ദെൻ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ഓർഡർ കൊടുക്കുക. ആ രീതിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നോക്കുക, പ്രോപ്പർലി സെക്യൂർ ദ സിലിണ്ടർ അറ്റ് ഓൾ ടൈംസ്, സ്ട്രാപ്സ്, ബെൽറ്റ്സ് ഓർ ചെയിൻ കേട്ടോ. എല്ലായ്പ്പോഴും നമ്മൾ സിലിണ്ടറുകള്, സ്ട്രാപ്പ്, ബെൽറ്റുകൾ, ചെയിനൊക്കെ ഉപയോഗിച്ച് സുരക്ഷിതമായിട്ട് നമ്മൾ സെക്യൂർ ആയിട്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നു കേട്ടോ. അതിങ്ങനെ മറഞ്ഞു വീഴാതിരിക്കാനും ശരിയാതിരിക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ തട്ടി വീഴുക അങ്ങനെയൊന്നും സംഭവിക്കരുത്. എപ്പോഴും നമ്മൾ ബെൽറ്റുകൾ, സ്ട്രാപ്പുകൾ, ചെയിനുകളൊക്കെ ഉപയോഗിച്ച് വളരെ സുരക്ഷിതമായിട്ട് വേണം സിലിണ്ടറുകൾ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, സ്റ്റോർ ഗ്യാസ് സിലിണ്ടേഴ്സ് ഇൻ കൂൾ, dry, well ventilated areas away from unsuitable materials and ignition sources. അതുപോലെ തന്നെ നമ്മൾ സിലിണ്ടറിൽ വളരെ കൂൾ ആയിട്ടുള്ള, വളരെ ഡ്രൈ ആയിട്ടുള്ള, വെൽ വെന്റിലേറ്റഡ്, ആവശ്യത്തിന് വായു പ്രവാഹം ഉപയോഗിക്കുന്ന സ്ഥലത്ത് എപ്പോഴും നമ്മൾ ഗ്യാസ് സ്റ്റോർ ചെയ്യുക. പിന്നെ ഇത്തരം സിലിണ്ടറുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി അവേ ഫ്രം അൺസ്യൂട്ടബിൾ മെറ്റീരിയൽസ് ആൻഡ് ഇഗ്നിഷൻ സോഴ്സസ് അല്ലെ. അതായത് അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കുന്ന അല്ലെങ്കിൽ ഇഗ്നിഷൻ സോഴ്സസ്, തീ പിടിക്കുന്ന വസ്തുക്കളുടെ അടുത്തൊന്നും ഒരിക്കലും എന്ത് കൊണ്ടുവയ്ക്കാൻ പാടില്ല, സിലിണ്ടർ കൊണ്ടുവയ്ക്കാനായിട്ട് പാടുള്ളത് കേട്ടോ. പെട്ടെന്ന് വല്ല തീപിടുത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം കൂടെ ആളി കത്തും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഇഗ്നിഷൻ സോഴ്സുകളിൽ നിന്നും അൺസ്യൂട്ടബിൾ മെറ്റീരിയൽസിൽ നിന്ന് മാറ്റി വേണം നമ്മൾ സിലിണ്ടറുകൾ സ്റ്റോർ ചെയ്യാനായിട്ട്. അടുത്ത പോയിന്റ് ഇതാണ്, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി സ്റ്റോർഡ് away from the sources of ignition, other flammable materials or oxygen cylinders. Okay, സെയിം പോയിന്റ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള തീ പിടിക്കാൻ സാധ്യതയുള്ള സോഴ്സുകളോ മറ്റെന്തെങ്കിലും ഫ്ലെയിമബിൾ, പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയലുകളോ അതുപോലെ ഓക്സിജൻ സിലിണ്ടറുകളുടെ അടുത്തൊന്നും ഒരു കാരണവശാലും സിലിണ്ടറുകൾ നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് പാടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്ന? ഓക്സിജൻ സിലിണ്ടറിന്റെ കാര്യം പറയാൻ എന്താ, ഓക്സിജൻ എന്ന് പറയുന്ന വാതകത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മളെ കത്താൻ സഹായിക്കുന്ന വാതകമാണല്ലേ ഓക്സിജൻ. നമ്മൾ പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സില്? കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് എന്തോ ഓക്സിജൻ. ചെറിയൊരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാല് ഓക്സിജൻ സിലിണ്ടർ അടുത്തിരിക്കുകയാണെങ്കിൽ നല്ലപോലെ ഭംഗിയായിട്ട് അങ്ങ് കത്തിക്കോളൂ അല്ലെ. കാരണം കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഓക്സിജൻ സിലിണ്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ അടുത്തൊന്നും ഒരു കാരണവശാലും സിലിണ്ടറിൽ നമ്മൾ വെക്കാനായിട്ട് പാടുള്ളതല്ല കേട്ടോ. ദൂരെ കൊണ്ടുവേണം വെക്കാനായിട്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വെൻ നോട്ട് ഇൻ യൂസ്, സ്റ്റോർ ദ ഗ്യാസ് സിലിണ്ടർ സേഫ്ലി ആൻഡ് ഷുഡ് ബി പ്രോപ്പർലി റീസ്റ്റോർഡ്. സെയിം പോയിന്റ് തന്നെയാണ് അവര് ആവർത്തിച്ച് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സിലിണ്ടറുകൾ എപ്പോഴും വളരെ സേഫ് ആയിട്ട് വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയും നമ്മൾ അറ്റ്മോസ്ഫിയർ കെയർ എടുത്തുകൊണ്ട് വേണം ഇത്തരം മെഡിക്കൽ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. അതിൽ വലിയ അപകടങ്ങളൊക്കെ അതുമൂലം വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇത്രയല്ലോ സേഫ്റ്റി പ്രാക്ടീസസിൽ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ കണ്ടന്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ. ഓക്കെ ആണോ? മനസ്സിലായോ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? എളുപ്പമുള്ളത്, ബുദ്ധിമുട്ടില്ല. അടുത്തതാണ് സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ്. നമ്മൾ റെഗുലേറ്ററിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ റെഗുലേറ്ററുകൾ ഇങ്ങനെയാണ് വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം എന്താണ് റെഗുലേറ്റർ? റെഗുലേറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് റെഗുലേറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം. എ റെഗുലേറ്റർ ഈസ് എ ഡിവൈസ് that accepts the gas at a high pressure and lessens it to a much lower working pressure. Pressure എന്നാണ് കേട്ടോ, പ്രസ്സിംഗ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പ്രഷർ എന്നാണ് കേട്ടോ, PRESSURE നമുക്ക് കേട്ടോ അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് റെഗുലേറ്റർ എന്നാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡാഷ് ഈസ് എ ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ് ദ ഗ്യാസ് അറ്റ് എ ഹൈ പ്രഷർ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ, ഉയർന്ന മർദ്ദത്തില് വാതകം സ്വീകരിക്കുകയും അതിനെ താഴ്ന്ന മർദ്ദത്തിലേക്ക് മാറ്റുന്നതിന് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് റെഗുലേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റെഗുലേറ്റർ എന്താണ്? ഉയർന്ന മർദ്ദത്തില് ഗ്യാസിനെ സ്വീകരിക്കുകയും എന്നാൽ താഴ്ന്ന മർദ്ദത്തിൽ അതിനെ മാറ്റുകയും ചെയ്യാവുന്ന ഒരു ഉപകരണം, ഒരു ഡിവൈസ് ആണ് എന്ത്? റെഗുലേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് വീട്ടിലെ ഗ്യാസിന്റെ റെഗുലേറ്റർ കണ്ടില്ല, മഞ്ഞ കളർ, അത്
റെഗുലേറ്റർ എന്താണ്? ഉയർന്ന മർദ്ദത്തിലെ വാതകത്തിനെ സ്വീകരിക്കുകയും അതിനെ താഴ്ന്ന മർദ്ദത്തിലേക്ക് മാറ്റുന്നതിന് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് റെഗുലേറ്റർ എന്ന് പറയാം. ഇനി നോക്കിയേ, അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ. റെഗുലേറ്റേഴ്സ് ആർ ഗ്യാസ് സ്പെസിഫിക്. എന്നാണ് കേട്ടോ, ഗ്യാസ് എന്നാണ് കേട്ടോ, ഗ്യാസ് ആണ്, GAS ഗ്യാസ് ആണ്. റെഗുലേറ്റേഴ്സ് ആർ ഗ്യാസ് സ്പെസിഫിക് ആണ്. ഓരോ റെഗുലേറ്റർ എന്താണ്? ഗ്യാസ് സ്പെസിഫിക് ആണ് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓരോ വാതകവും ഓരോ ഗ്യാസും വളരെ സുരക്ഷിതമായിട്ടും കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് അതിനനുസരിച്ചിട്ടുള്ള റെഗുലേറ്ററുകളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു നൈട്രജൻ ഗ്യാസിന് ഉപയോഗിക്കുന്ന റെഗുലേറ്റർ ആവില്ല നമ്മളൊരു ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിൽ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ ആയിരിക്കില്ല ഒരു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് സിലിണ്ടറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ വ്യത്യാസമുണ്ട്, ഓരോ ഗ്യാസിനനുസരിച്ചും റെഗുലേറ്ററിന് വ്യത്യാസം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. സോ റെഗുലേറ്റേഴ്സ് ആർ ഗ്യാസ് സ്പെസിഫിക് കേട്ടോ, എന്ന് വെച്ചാൽ ഓരോ ഗ്യാസും വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണം. അതത് ഗ്യാസിനനുസരിച്ച് അതത് റെഗുലേറ്ററിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് മറ്റ് വാതകങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് അനുയോജ്യമായിരിക്കില്ല. ഓക്കെ, അപ്പൊ അത് ഒന്ന് അറിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ റെഗുലേറ്റേഴ്സ് എപ്പോഴും ഗ്യാസ് സ്പെസിഫിക് ആണ്. അതുകൊണ്ട് ബി ഷുവർ ടു യൂസ് ദ പ്രോപ്പർ റെഗുലേറ്റർ ഫോർ ദ ഗ്യാസ് ടാങ്ക് ഇൻ ദ സിലിണ്ടർ. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ തന്നെയാണ്, സിലിണ്ടറിലെ ഗ്യാസ് റെഗുലേറ്റർ ആണ് അവിടെ ഉപയോഗിക്കുന്നത് ഉറപ്പുവരുത്തണം കേട്ടോ. മനസ്സിലായോ കാര്യം? ഗ്യാസിനനുസരിച്ച് റെഗുലേറ്റർ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഓരോ ഗ്യാസിനനുസരിച്ചുള്ള റെഗുലേറ്ററുകൾ അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഗ്യാസ് സ്പെസിഫിക് ആണ്. അപ്പൊ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർ റെഗുലേറ്റർ ആണോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ നോക്കൂ, ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ ടു എ സിലിണ്ടർ, നമ്മൾ ഒരു റെഗുലേറ്റർ സിലിണ്ടറിൽ അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ഓൾവേസ് ചെക്ക് ദ റെഗുലേറ്റർ. നമ്മൾ കൃത്യമായിട്ട് റെഗുലേറ്റർ ചെക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ല ഗ്യാസ് സ്പെസിഫിക് ആണതുകൊണ്ട് നമ്മൾ റെഗുലേറ്റർ ചെക്ക് ചെയ്തിരിക്കണം. ഇഫ് ദ കണക്ഷൻസ് ഡു നോട്ട് ഫിറ്റ് ടുഗദർ റെഡിലി ദ റോങ് റെഗുലേറ്റർ ഇസ് ബീങ് യൂസ്ഡ്. അപ്പൊ പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പെട്ടെന്ന് ഈ കണക്ഷൻസ് അങ്ങോട്ട് ശരിയാവുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ തെറ്റായിട്ടുള്ള റെഗുലേറ്റർ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓരോ ഗ്യാസിനനുസരിച്ച് റെഗുലേറ്റർ വ്യത്യാസം ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന സമയത്ത് സിലിണ്ടറുമായിട്ട് റെഗുലേറ്റർ പെട്ടെന്ന് കണക്ട് ആവുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? റെഗുലേറ്റർ അതായിരിക്കില്ല. ഓക്കെ, കറക്റ്റ് റെഗുലേറ്റർ ആയിരിക്കില്ല അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ബിഫോർ എ റെഗുലേറ്റർ ഇസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ, നമ്മളൊരു സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ റിമൂവ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ക്ലോസ് ദ സിലിണ്ടർ ആൻഡ് റിലീസ് ഓൾ ദ പ്രഷർ ഫ്രം ദ റെഗുലേറ്റർ കേട്ടോ. അതായത് ആ സിലിണ്ടർ നമ്മൾ ക്ലോസ് ചെയ്യുക, അതിനുശേഷം ആ റെഗുലേറ്ററിലുള്ള മുഴുവൻ പ്രഷറും നമ്മൾ എന്ത് ചെയ്യുക? റിലീസ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ സിലിണ്ടറിൽ നിന്ന് എന്ത് റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ? റെഗുലേറ്റർ റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് ഓടിപ്പോയി റെഗുലേറ്റർ അങ്ങോട്ട് റിമൂവ് ചെയ്യരുത്. അതിന് മുമ്പ് നമ്മൾ ആദ്യം ഗ്യാസ് ഓഫ് ചെയ്യണം. സിലിണ്ടർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ റെഗുലേറ്റർ റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അടുത്ത പോയിന്റ് നോക്കിയേ, റെഗുലേറ്റേഴ്സ് ഷാൾ ബി റിമൂവ്ഡ് ഫ്രം ദ സിലിണ്ടർ ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ട്. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ് അല്ലെ. നമ്മൾ ഒരിക്കലും റെഗുലേറ്റർ വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല? സിലിണ്ടർ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ആ സെയിം പോയിന്റ് ആണ് കേട്ടോ. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റെഗുലേറ്ററുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റിമൂവ് ചെയ്തിരിക്കണം. ഓക്കെ ആണോ? മനസ്സിലായോ? റെഗുലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്താണ് റെഗുലേറ്റർ? ഉയർന്ന മർദ്ദത്തിലെ വാതകത്തിനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ താഴ്ന്ന മർദ്ദത്തിലേക്ക് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഉപകരണത്തിനെയാണ് നമ്മൾ റെഗുലേറ്റർ കേട്ടോ. റെഗുലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോകാം. നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അഥവാ PPE. പലതവണ പഠിച്ചതാണ്. PPEയുടെ ഫുൾ ഫോം എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എന്താണ് അവിടെ പറയുന്നത്? Be dressed in proper personal protective equipment when discharging the lab operations task that involves the compressed gases. കേട്ടോ, നമ്മൾ ഇത്തരം കംപ്രസ്ഡ് ഗ്യാസുകൾ ഉപയോഗിച്ചുകൊണ്ട് ലാബ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE നമ്മൾ ധരിച്ചിരിക്കും. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. PPEനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ലോങ് സ്ലീവ്ഡ് ലാബ് കോട്ട് അല്ലെ, വളരെ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ലാബ് കോട്ടുകള്, അതുപോലെ ലോങ് പാൻസുകള്, ഫുൾ ലെങ്ത് പാന്റുകള്, കവേർഡ് ടോ ഷൂസ് കേട്ടോ. അതായത് നമ്മുടെ കാൽപാദം വരെ കവർ ചെയ്യുന്ന തരത്തിലുള്ള കാൽവിരലുകൾ വരെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ലോങ് പാന്റുകള്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് ഗ്ലൗസ് അല്ലെ, സേഫ്റ്റി സുരക്ഷാ കണ്ണടകള്, അതുപോലെ തന്നെ ഗ്ലൗസുകള്, അത്തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ലാബ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആണ്? നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റാഫുകളാണ് കേട്ടോ. ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന
പഠിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ്? ഒന്നാമത്തെ നമ്മൾ പഠിക്കുന്നത് ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, സൂപ്പർവൈസറുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് ദ സ്റ്റാഫ് ഇൻ ദയർ ചാർജ് റിസീവ് അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് സ്പെസിഫിക് ടു ദ കംപ്രസ്ഡ് ഗ്യാസസ് ദേ ഹാൻഡിൽ ആൻഡ് യൂസ്. അതായത് ഓരോ സ്റ്റാഫുകളും അവര് കൈകാര്യം ചെയ്യുന്ന കംപ്രസ്ഡ് ഗ്യാസസിന് അനുയോജ്യമായിട്ടുണ്ടെങ്കിൽ ഓരോ കംപ്രസ്ഡ് ഗ്യാസസ് ഏതാണോ അവര് കൈകാര്യം ചെയ്യുന്നത് അതിനുള്ള കൃത്യമായിട്ടുള്ള പരിശീലനം സ്റ്റാഫുകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത്. അതായത് ഓരോ മെഡിക്കൽ ഗ്യാസുകളും ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ ആർക്ക് കൊടുത്തിരിക്കണമെന്നത് സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും. അവർക്കത് ലഭിക്കുന്നുണ്ടെന്ന് സൂപ്പർവൈസർ ഉറപ്പാക്കണം കേട്ടോ. കാര്യം എല്ലാ കംപ്രസ്ഡ് ഗ്യാസും ഒരേ രീതിയിലല്ല ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം കേട്ടോ. പിന്നെ പറഞ്ഞത് make sure that compressed gases are used only for their intentional purpose and in accordance with the defined procedures and rules. അത് മാത്രമല്ല ഓരോ കംപ്രസ്ഡ് ഗ്യാസസുകളും അതതിന്റെ ഇന്റൻഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത് ഉറപ്പാക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയറുകൾ ഫോളോ ചെയ്തിട്ട് അതത് കാര്യങ്ങൾക്ക് അതിന്റെ അതേ ഇന്റൻഷണൽ പർപ്പസിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഉറപ്പാക്കണം കേട്ടോ. അല്ലാണ്ട് മറ്റ് വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളത് കേട്ടോ. എന്ത് പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടി മാത്രമായിട്ട് കംപ്രസ്ഡ് ഗ്യാസസുകൾ ഉപയോഗപ്പെടുത്തുക കേട്ടോ. അത് പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ് വരുന്നത്, മേക്ക് ഷുവർ ദാറ്റ് safety data sheets that is applicable in emergency response plan or other relevant literature is made quickly available to the staff. ഇതില് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഫുൾ ഫോം നമ്മൾ പഠിച്ചതാണ്. ERPയുടെ ഫുൾ ഫോം ചോദിച്ചു. ERP എമർജൻസി റെസ്പോൺസ് പ്ലാൻ ആണ് കേട്ടോ. ERPയുടെ ഫുൾ ഫോം എന്താണ്? എമർജൻസി റെസ്പോൺസ് പ്ലാൻ ആണ് കേട്ടോ. അതായത് ഈ പറയുന്ന എമർജൻസി റെസ്പോൺസ് പ്ലാനിന്റെ ഭാഗമായിട്ട് വരുന്ന മെഡിക്കൽ ഡാറ്റ, MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട റിലവന്റ് ലിറ്ററേച്ചറുകളും എല്ലാം തന്നെ സ്റ്റാഫുകൾക്ക് എപ്പോഴും എന്തായിരിക്കണം? ഈസിലി അവൈലബിൾ ആക്കിയിരിക്കണം. എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ, അത് ഗ്യാസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് വേറെ അപകടങ്ങളൊന്നും വരാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു എമർജൻസി വരികയാണ്, അടിയന്തര സാഹചര്യമൊക്കെ വരുമ്പോൾ അതിൽ ഉപയോഗിക്കാൻ പാകത്തില് മെഡിക്കൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുകളും മറ്റ് ലിറ്ററേച്ചർ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകളും പെട്ടെന്ന് സ്റ്റാഫുകൾക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ ലഭ്യമാക്കുന്ന രീതിയിലായിരിക്കും ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടത് അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം വന്നു അതിന്റെ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അന്വേഷിക്കാൻ പോകേണ്ട ഒരു അവസ്ഥ വരില്ല അല്ലെ. പെട്ടെന്ന് അത് സ്റ്റാഫുകൾക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ വേണ്ടത് പ്ലേസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, പ്രൊവൈഡ് ദ സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് വിത്ത് നെസസറി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അഥവാ PPE കേട്ടോ. അവിടുത്തെ സ്റ്റാഫുകൾക്കും സന്ദർശകർക്കും അവർക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ അവരെ കൃത്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾക്കും വിസിറ്റേഴ്സിനും അവർക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് പ്ലാനുകൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അതിന് സംശയമുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞ കാര്യങ്ങൾ വല്ല സംശയമുണ്ടോ? ERP എന്ന് പറഞ്ഞാൽ എന്താണ്? എമർജൻസി റെസ്പോൺസ് പ്ലാൻ ആണ് കേട്ടോ. എന്തെങ്കിലും അടിയന്തര സാഹചര്യം വരുമ്പോ വരുന്ന അവസ്ഥയാണ് കേട്ടോ അത്. ഓക്കെ, അടുത്തത് പ്രൊവൈഡ് ആപ്റ്റ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ് കേട്ടോ. സ്റ്റാളിനല്ല സ്റ്റാഫ് എന്നാണ് കേട്ടോ. സ്റ്റാളിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സ്റ്റാഫ് എന്നാണ്. പ്രൊവൈഡ് ആപ്റ്റ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ് കേട്ടോ. അതായത് സ്റ്റാഫുകളെ വളരെ കൃത്യമായിട്ട് തന്നെ അവരെ മേൽനോട്ടം വഹിക്കുക. പിന്നെ എൻഷുവർ സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് adhere to the applicable occupational health and safety regulations for the use of compressed gases. അതായത് ഇത്തരത്തിലുള്ള കംപ്രസ്ഡ് ഗ്യാസുകളൊക്കെ ഉപയോഗിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള സേഫ്റ്റി നിയന്ത്രണങ്ങളും അതുപോലെ ഒക്യുപേഷണൽ ഹെൽത്തും ഒക്കെ അവർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം അല്ലെ. ഇത്തരം കംപ്രസ്ഡ് ഗ്യാസുകൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി റെഗുലേഷൻസ് എന്ന് നേരത്തെ പറഞ്ഞില്ലേ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ തിരിക്കുക, കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അത്തരത്തിലുള്ള സുരക്ഷാ നിയന്ത്രണങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഒക്യുപേഷണൽ ഹെൽത്ത് അല്ലെ, കംപ്രസ്ഡ് ഗ്യാസസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഹെൽത്ത് അവർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ അവർക്ക് ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. അവർക്ക് സ്റ്റാഫുകൾക്ക് ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. പിന്നെ പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ് to determine the cause and to develop the active preventive measures to lessen air occurrence. Investigate reported incidents.
അതായത് ഇപ്പൊ നമ്മൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികൂല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം അതാണ് ഇവിടെ ഇൻസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നല്ല സംഭവങ്ങളല്ല, പ്രതികൂല സംഭവങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, കൃത്യമായിട്ട് അത് അന്വേഷിക്കുക. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിറ്റർമിൻ ദ കോസ്റ്റ് ആൻഡ് ടു ഡെവലപ്പ് ആക്റ്റീവ് പ്രിവെന്റീവ് മെഷേഴ്സ് ടു ലെസൺ റിസ്ക്. അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ട്, റിക്കർ ചെയ്യാതിരിക്കാനായിട്ട് എന്താണ് കൃത്യമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുന്നതും അതുപോലെ അപകടത്തിന്റെ കാരണങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇൻസിഡന്റ് റിപ്പോർട്ടുകളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ്, അതായത് അങ്ങനെ എന്തെങ്കിലും പ്രതികൂല സംഭവങ്ങൾ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിക്കാം. അത് മാത്രമല്ല കാരണം എന്താണെന്നും ഇനി അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതാണ്, കീപ് ആപ്റ്റ് റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ദ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് ഓഫ് കംപ്രസറി ഗ്യാസ് കേട്ടോ. അതായത് കംപ്രസറി ഗ്യാസസ് കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അനുയോജ്യമായിട്ട് എല്ലാ റെക്കോർഡുകളും സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിക്കുക. എന്തൊക്കെ റെക്കോർഡുകളാണ്? ദാറ്റ് ഇൻക്ലൂഡ്സ് ആൻ അപ് ടു ഡേറ്റ് ഇൻവെന്ററി അല്ലെ, അതായത് മെഡിക്കൽ ഗ്യാസ് അവിടെയുള്ള സ്റ്റോക്ക്, ഇൻവെന്ററി എന്ന് വെച്ചാൽ സ്റ്റോക്കുകൾ, കൃത്യമായിട്ടുള്ള അപ് ടു ഡേറ്റ് സ്റ്റോക്കുകൾ, ട്രെയിനിങ് റെക്കോർഡ്സ്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ റെക്കോർഡ്സുകൾ, ആൻഡ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ്, അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ്. അങ്ങനെ ഒരു മെഡിക്കൽ ഗ്യാസ് ഹാൻഡിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിലവന്റ് എന്താ പറയുക റെക്കോർഡുകളും അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, സൂക്ഷിച്ചിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിക്ക് അത് വരുന്നതാണ് കേട്ടോ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് ഡ്യൂട്ടീസ് ഓഫ് എ മാനിഫോൾഡ് ഓപ്പറേറ്റർ കേട്ടോ. ആരാണ്? നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്താന്ന് പറഞ്ഞു അല്ലെ. ഈ മാനിഫോൾഡ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ഓക്കെ, അവരെയാണ് നമ്മൾ മാനിഫോൾഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? മാനിഫോൾഡ് സിസ്റ്റം നമ്മൾ പറയും അല്ലെ, വ്യത്യസ്ത വാതക സിലിണ്ടറുകളും അതുപോലെ തന്നെ പൈപ്പ് ലൈനിലെ പ്രഷറിനെ കൺട്രോൾ പാനലുകളും സേഫ്റ്റി റെഗുലേറ്റീവ്സ് ഒക്കെ ഉള്ള അലാം സംവിധാനങ്ങളൊക്കെ ഉള്ള ആ ഒരു സിസ്റ്റമാണ് മാനിഫോൾഡ് സിസ്റ്റം. കണ്ടതാണ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ് he will make sure that all the cylinders in the manifold rooms are okay. ആദ്യം തന്നെ രാവിലെ തന്നെ വരുന്നത്, മോർണിംഗിൽ തന്നെ മാനിഫോൾഡ് ഓപ്പറേറ്റർ എന്ത് ചെയ്യണം? മാനിഫോൾഡ് റൂംസിലെ എല്ലാ സിലിണ്ടറുകളും ഓക്കെ ആണ് എന്ന് അദ്ദേഹമാണ് ഉറപ്പുവരുത്തേണ്ടത്. രാവിലെ തന്നെ വന്ന് മാനിഫോൾഡ് റൂമിനകത്തുള്ള എല്ലാ സിലിണ്ടറുകളും ഓക്കെ ആണോ എന്നുള്ളത് അദ്ദേഹം ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് he will open the number of cylinders to ensure the correct pressure in the pipeline കേട്ടോ. ഈ പൈപ്പ് ലൈൻസിലൂടെയുള്ള ആ ഒരു ഗ്യാസ് ഫ്ലോയുടെ പ്രഷർ അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള സിലിണ്ടറുകൾ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്തു. നമുക്കറിയാലോ, ഒരു കൺസിസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ ഓരോ ഗ്യാസുകളും നമ്മൾ കടത്തിവിടുന്നത്. അപ്പൊ ഈ പൈപ്പ് ലൈൻ സംവിധാനത്തിലുള്ള ആ ഒരു പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള സിലിണ്ടറുകൾ അതിനെ എന്ത് ചെയ്ത് വെക്കാം? ഓപ്പൺ ചെയ്ത് വെക്കാം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരു കറക്റ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ള എത്ര സിലിണ്ടറുകൾ വേണമെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം. അടുത്ത പോയിന്റ് ഇതാണ്, ഹി വിൽ ബി യൂസിങ് സിലിണ്ടേഴ്സ് ഫ്രം വൺ സൈഡ് ഓഫ് എ മാനിഫോൾഡ് സിലിണ്ടേഴ്സ് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ട് റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്. അത് നമ്മൾ അവിടെ പറഞ്ഞു അല്ലെ. ഒരു സമയം ഒരു സിസ്റ്റം, ഒരു ബാങ്കിൽ നിന്നുള്ള മെഡിക്കൽ ഗ്യാസ് മാത്രമേ ഒരു സമയം നമ്മൾ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ കടത്തിവിടുന്നു അല്ലെ. അത് കഴിയുമ്പോഴാണ് നമ്മൾ മറ്റേ ബാങ്കിലെ യൂസ് ചെയ്യുന്നത്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. അതായത് അവര് ഒരു സൈഡിലുള്ള സിലിണ്ടറുകളാണ് അത് ഒരു സമയത്ത് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അതിപ്പോ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമനുസരിച്ച് ഒരു സൈഡിൽ നിന്നുള്ള സിലിണ്ടറുകളാണ് അവര് ഒരു സമയം മാനിഫോൾഡ് സിസ്റ്റത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്. അവർ രണ്ടും കൂടെ ഒരുമിച്ചൊന്നും ഉപയോഗിക്കില്ല. പിന്നെ പറയുന്നത് the cylinders of the other side should be dispatched as soon as all the cylinders of that vendor. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ബാങ്കിലെ സിസ്റ്റംസുകൾ കാലിയായതിനു ശേഷം മാത്രമേ മറ്റേ സൈഡിലുള്ള സിലിണ്ടറുകൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഡിസ്പാച്ച് ചെയ്യുള്ളൂ, റിലീസ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ അതേ ടൈമിൽ ഒരു സൈഡിലുള്ള സിലിണ്ടറുകൾ നമ്മൾ ആദ്യം ഉപയോഗപ്പെടുത്തുക. അവിടുത്തെ സിലിണ്ടറുകൾ എല്ലാം കാലിയായതിനു ശേഷം മാത്രമേ അടുത്ത സൈഡിലുള്ള സിലിണ്ടറുകൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇതൊക്കെ ആരാണ് നോക്കുന്നത്? മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ വരുന്നത് he will check all the cylinders for leakage using the soap water mixer. അതുപോലെ എല്ലാ സിലിണ്ടറുകളെയും
സോപ്പ് വാട്ടർ മിക്സർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അതിന്റെ ചോർച്ച അവിടെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നേക്കഡ് ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പാടില്ല അല്ലെ. അപ്പൊ എന്താ ഉപയോഗിക്കുക, സോപ്പ് വാട്ടർ മിക്സർ. സോപ്പ് വാട്ടർ മിക്സർ എടുത്തായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ സിലിണ്ടർ ഇതാവുമ്പോൾ കുമള് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ലീക്കേജ് ഉണ്ടെന്നാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള സോപ്പ് വാട്ടർ മിക്സർ ഉപയോഗിച്ചുകൊണ്ട് സിലിണ്ടറുകളുടെ ലീക്കേജ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ he will maintain a stock of needed instruments with him in the manifold roof. അതുപോലെ തന്നെ മാനിഫോൾഡ് റൂഫില് ആവശ്യത്തിനനുസരിച്ചുള്ള ഇൻസ്ട്രുമെന്റുകൾ സ്റ്റോക്ക് അധികം മെയിൻറ്റെയിൻ ചെയ്തിരിക്കും അല്ലെ. സ്റ്റോക്ക് തീർന്നു പോകരുത്, അതുപോലെ ഓവർ സ്റ്റോക്ക് ആവാൻ അണ്ടർ സ്റ്റോക്ക് ആവാൻ പാടില്ല. ആ രീതിയിൽ മാനിഫോൾഡ് റൂമിൽ ആവശ്യമുള്ള കൃത്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ മെയിൻ്റനൻസ് നടത്തേണ്ടത് മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. പിന്നെ പറയുന്നത് ആഫ്റ്റർ ചെക്കിംഗ് ദ മിനി റൂം he has to take a round of the hospital to see all the outlets by him and to find out its exact functioning from the staff appointed here. അതായത് ഇദ്ദേഹം പല റൂമുകൾ ചെക്ക് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ഹോസ്പിറ്റൽ എന്ത് ചെയ്തിരിക്കണം, റൗണ്ട്സ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, ഔട്ട്ലെറ്റുകൾ എല്ലാം കാണാനും അവിടെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ അതിനായിട്ട് നിയമിച്ചിരിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരുന്നല്ലോ, അവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ തിരിച്ചറിയുന്നതിനായിട്ട് മാനിഫോൾഡ് ഓപ്പറേറ്റർ മൊത്തത്തിൽ ഒരു ഹോസ്പിറ്റൽ റൗണ്ട് നടത്തിയിരിക്കണം കേട്ടോ. ഓക്കെ, കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും, അതുപോലെ അത് ചെക്ക് ചെയ്യാൻ വേറെ സ്റ്റാഫുകൾ അവരവിടെ നിയമിച്ചിട്ടുണ്ടാവും, അവരായിട്ട് നേരിട്ട് മീറ്റ് ചെയ്ത് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ റൗണ്ട്സ് നടത്തണം കേട്ടോ. പിന്നെ വരുന്നത് he will repair or arrange to repair any deficiency in the outlets or in the pipeline that includes the main manifold room. മെയിൻ മാനിഫോൾഡ് റൂമിൽ ഉൾപ്പെടുന്ന ഔട്ട്ലെറ്റുകളോ പൈപ്പ് ലൈൻ സംവിധാനത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത് മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ് കേട്ടോ. he will place order for refilling of the cylinders in consultation with the authorized officer. അതായത് അധികാരപ്പെട്ട ഓഫീസറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം സിലിണ്ടറുകൾ, കാലിയായിട്ടുള്ള സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യണം. ആരുമായിട്ട് ആലോചിച്ചതിന് ശേഷം, ഓതറൈസ്ഡിൽ അധികാരപ്പെട്ട ഓഫീസറുമായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷം ഈ പറയുന്ന കാലിയായിട്ടുള്ള സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെ വരുന്നത് he will also look after of the nitrous cylinders in the operation theatres. If there is no central supply of this gas, he will also make sure that the supply of oxygen in other areas without the central pipeline. അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇപ്പൊ നൈട്രസ് ഗ്യാസിന്റെ സെൻട്രൽ പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ അവിടെ നൈട്രസ് സിലിണ്ടറുകൾ എത്തിക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. നൈട്രസ് ഓക്സൈഡ് നമ്മൾ പഠിച്ചല്ലോ, അനാൽജസിക് ആയിട്ട് മനസ്തെറ്റിക് ഗ്യാസ് ഒക്കെ ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ആണ്. അപ്പൊ ഇൻ കേസ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ നൈട്രസ് സിലിണ്ടറുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെൻട്രൽ പൈപ്പ് ലൈൻ സംവിധാനം ഇല്ലെങ്കിൽ അത്തരം റൂമുകളിലേക്ക് നൈട്രസ് സിലിണ്ടറുകൾ എത്തിക്കേണ്ടത് മാനിഫോൾഡ് ഓപ്പറേറ്റർ. നൈട്രസ് മാത്രമല്ല കേട്ടോ, ഓക്സിജൻ സിലിണ്ടറുകളായാലും എത്തിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. ചില ഏരിയകളിലൊക്കെ സെൻട്രൽ പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് അവിടെ അത് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. അവർക്ക് സിലിണ്ടർ ആയിട്ട് തന്നെ അത്തരം ഏരിയകളിൽ എന്താണ് എത്തിക്കേണ്ടത് മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഉത്തരവാദിത്വമാണ്. അടുത്തത് നോക്കൂ, he will also help a OT technician in the maintenance of the boils machine. He will also help a OT technician in the maintenance of the boils machine. എന്താണ് ബോയിൽസ് മെഷീൻ എന്ന് പറഞ്ഞാല്? ബോയിൽസ് മെഷീൻ അതിനൊരു ഡിവൈസ് ആണ് കേട്ടോ. ഈ ഡിവൈസ് നമ്മളെ ഈ അനസ്തേഷ്യ കൊടുക്കാനായിട്ട് കേട്ടോ, അനസ്തറ്റിക് ഗ്യാസുകളും ഓക്സിജനും ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ ആ ഒരു മെഡിക്കൽ ഗ്യാസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, ഒരു ഡിവൈസ് ആണ് ബോയിൽസ് മെഷീൻ എന്ന് പറയുന്നത്. മറക്കരുത് കേട്ടോ. നമ്മൾ അനസ്തേഷ്യ ഒക്കെ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസുകളൊക്കെ മിക്സ്ചറൊക്കെ നമുക്ക് രോഗിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ബോയിൽസ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന OT ടെക്നീഷ്യൻ കൂടുതൽ എവിടെ ആവശ്യമില്ല, അനസ്തേഷ്യ എവിടെ കൊടുക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യന് ഇത്തരം ബോയിൽസ് മെഷീനൊക്കെ ഉപയോഗിക്കാനും മെയിൻ്റനൻസിനൊക്കെ ആയിട്ട് അയാളെ സഹായിക്കും കേട്ടോ, അയാൾ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ആൾട്ടറിംഗ് ദ വാർഡ്സ് സിലിണ്ടേഴ്സ് ആൾസോ ഹിസ് ഡ്യൂട്ടി. വാർഡുകളിലെ സിലിണ്ടറുകളൊക്കെ മാറ്റുക. അപ്പൊ വാർഡുകളിൽ ഉണ്ടാവില്ല സിലിണ്ടറിന്റെ ആവശ്യകതകൾ ഉണ്ടായിരിക്കും, അതൊക്കെ കൃത്യമായിട്ട് മാറ്റുക. All the major problems are to be brought to the administrators soon. അതായത് ഉണ്ടാകുന്ന എല്ലാ മെയിൻ പ്രശ്നങ്ങളും കൃത്യമായിട്ട് അധികാരികളിലേക്ക് എത്തിക്കുക കേട്ടോ. അതായത് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, ഉത്തരവാദിത്തപ്പെട്ട അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അറിയിക്കുക എന്നുള്ളതും മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? എല്ലാ പോയിന്റുകളും ഓക്കെ ആണോ നിങ്ങൾക്ക്?
ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ കണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞു കേട്ടോ. ഇതോടുകൂടി ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് സുരക്ഷാ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, റെഗുലേറ്റർ എന്താണ്, ഒരു റെഗുലേറ്റർ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു സൂപ്പർവൈസറുടെ ഉത്തരവാദിത്തം എന്താണ്, ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഉത്തരവാദിത്തം, ഇത്രയും കാര്യങ്ങളാണ് അവിടെ വന്നത് കേട്ടോ. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്, അവസാനിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എനിക്കും ചാപ്റ്റർ എടുക്കാനുണ്ട് അല്ലെ. അപ്പൊ ഹൗസ് കീപ്പിംഗ് എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ, HIS. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എനിക്ക് ഫ്രൈഡേ എന്ന ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടല്ലോ, അത് തുടങ്ങാം കേട്ടോ. ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹൗസ് കീപ്പിംഗ് മിക്കവാറും ആദ്യം എടുക്കും കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് നമുക്ക് അതിന്റെ പേര് ബോയ്സ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അനസ്തേഷ്യ ഒക്കെ കൊടുക്കാനായിട്ട്, അനസ്തെറ്റിക് ഗ്യാസുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്, മീൻസ് ഒരു ഡിവൈസ് ആണ് കേട്ടോ ബോയ്സ് മെഷീൻ. അനസ്തെറ്റിക് ഗ്യാസ് മാത്രമല്ല, ഓക്സിജനും മറ്റുള്ള മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് കേട്ടോ ബോയ്സ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ നമുക്ക്? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഉണ്ടാവും കേട്ടോ. എന്റെ ക്ലാസ് വെള്ളിയാഴ്ച ഉണ്ട്. നിങ്ങൾക്ക് ചാപ്റ്റർ തീരാനുണ്ടല്ലോ, അപ്പൊ ആ ചാപ്റ്റർ തീർക്കണ്ടേ? അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ഉണ്ടാവും കേട്ടോ ക്ലാസ്സിൽ. ഓക്കെ, ശരിയാണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.